ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ജയിൽ ചാടിയ ശേഷം ഗോവിന്ദചാമി ആദ്യം പോയത് കണ്ണൂർ പുതിയ തെരു ഭാഗത്തേക്കാണ്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തെറ്റിയെന്ന് വ്യക്തമാക്കുന്നതാണ് ദൃശ്യങ്ങൾ. ജയിലിലെ സുരക്ഷാ വീഴ്ചകളും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സംഭവത്തിൽ ഉയർന്ന ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ നിർദ്ദേശമുള്ളതായാണ് സൂചന. കൊടും കുറ്റവാളി ഗോവിന്ദചാമി ജയിൽ ചാടിയ 25-ന് പുലർച്ചെ 5:55-നുള്ള ദൃശ്യമാണ് ഒടുവിൽ പുറത്തു വന്നത്. ജയിൽ ചാടിയതിനു ശേഷം പള്ളിക്കുന്ന് ഭാഗത്തുകൂടി നടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിൽ. കൈപ്പത്തി ഒളിപ്പിക്കാൻ തലയിലുള്ള കെട്ടിൽ പൂഴ്ത്തിവെച്ചിരിക്കുന്നതും കാണാം. ജയിൽ ചാടിയ ശേഷം ഗോവിന്ദചാമി ആദ്യം പോയത് പുതിയ തെരു ഭാഗത്തേക്കാണ്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തെറ്റിയെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. കേസന്വേഷണത്തിൽ നിർണായകമാകുന്ന CCTV ദൃശ്യങ്ങളാണ് ഇത്. രാത്രി 1:14-നാണ് ഇയാൾ ജയിൽ ചാടിയത്. തുടർന്ന് ജയിൽ വളപ്പിൽ ഏറെ നേരം ചെലവഴിച്ച ശേഷം മതിൽ ചാടി പുറത്തെത്തുകയായിരുന്നു. 7 മണിയോടെയാണ് ഗോവിന്ദചാമി സെല്ലിൽ നിന്ന് രക്ഷപ്പെട്ട വിവരം പോലീസ് മനസ്സിലാക്കുന്നത്. തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് കിണറിനുള്ളിൽ ഒളിച്ചിരുന്ന ഗോവിന്ദചാമിയെ പിടികൂടിയത്. സംഭവത്തിൽ ഉയർന്ന ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ നിർദ്ദേശമുള്ളതായാണ് സൂചന. ജയിൽ ജീവനക്കാരുടെ മൊഴി കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തി. ജയിലിൽ നിന്നും പുറത്തു കടക്കാൻ ഗോവിന്ദചാമിക്ക് ഏതെങ്കിലും സഹായം ലഭിച്ചോ എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. സഹതടവുകാരിൽ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിച്ചു. സെൽ മുറിച്ച് പുറത്തെത്തിയ ശേഷം 3 മിനിറ്റ് നേരം ജയിലിന്റെ വരാന്തയിൽ നിന്നത് CCTVയിൽ ദൃശ്യമായിട്ടും അറിഞ്ഞില്ലെന്ന ജയിലർമാരുടെ വാദവും പോലീസിന്റെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടിരുന്നു. അതേസമയം സംഭവത്തിൽ ജയിൽ DIG B ജയകുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയ്ക്ക് സമർപ്പിച്ചു. നിലവിൽ വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിലുള്ള ഗോവിന്ദചാമി പരമശാന്തനായാണ് കഴിയുന്നതെന്നാണ് വിവരം. ജയിലിൽ ഇയാൾ കൃത്യമായി ഭക്ഷണവും കഴിക്കുന്നുണ്ട്. താഴത്തെ നിലയിൽ ജീവനക്കാരുടെ മുറിയോട് ചേർന്ന CCTV അടക്കം കർശന സന്നാഹമുള്ള 1-ാം നമ്പർ മുറിയിലാണ് ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരിക്കുന്നത്. ശുചിമുറി സൗകര്യം സെല്ലിനുള്ളിൽ തന്നെയുള്ളതിനാൽ ഇനി ജയിൽ മാറ്റുന്നതുവരെ പുറത്തിറക്കേണ്ട ആവശ്യമില്ല. ഒരു തടവുകാരനെ കൂടി ഇയാൾക്കൊപ്പം പാർപ്പിക്കണോ എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കും. ഏതു നിമിഷവും സ്വഭാവം മാറുമെന്നതിനാൽ കനത്ത ജാഗ്രതയിലാണ് അധികൃതർ. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ശേഷം പാവത്തം കാണിക്കുന്നതാണ് കൊടും ക്രിമിനലായ ഗോവിന്ദചാമിയുടെ രീതിയെന്ന് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നു. ന്യൂസ് 18 കണ്ണൂർ, തൃശൂർ.